ഒരു ഫാമിലിനെ കാണാൻ വന്നേക്കാണ്. കുഞ്ഞുമോനും കുഞ്ഞുമക്കളും. വെൽക്കം ടു മൂവി വേൾഡ്. എങ്ങനെ പോകുന്നു ആ ഒരു യൂട്യൂബ് ജേണി? നന്നായിട്ട് പോകണം. നമുക്ക് ഒരു പാട്ട് പാടി ഒന്ന് വൈബാക്കി നമുക്ക് തുടങ്ങിയാലോ? അക്കു ചേട്ടാ തുടങ്ങിക്കോളൂ. അക്കു തുടരും സിനിമയിൽ പാട്ട് അതിന്റെ പാട്ട് അതിന് നേരത്തെ പാടിയത് തന്നെ. തുടക്കം തന്നെ അക്കു. ഓ തൊട്ടെടുത്ത് അമ്പലം പൊട്ടുന്നതാര്, ചെമ്പരത്തി അമ്പ് കൊണ്ട് കമ്പ് കുലയ്ക്കണതാര്, അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തോട് വാര, തൂവെളിച്ചം ചാറി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമീൻ തേൻ കുടന്ന് പൂങ്കുവിൽ പാടുന്ന കേട്ടേ. എന്തൊരു ക്യൂട്ടാണെന്ന് അറിയോ അക്കുവിന്റെ സംസാരമൊക്കെ കേക്കാൻ? എന്തോരം ഫാൻസ് ഉണ്ടെന്നറിയോ? അറിയോ? അതൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചൊന്നും അറിയില്ല. ഞാനങ്ങ് അഭിനയിക്കും. ഇതെങ്ങനെ ഇത്രയും വൈബ് സെറ്റ് ആയത്? നിങ്ങൾ എല്ലാരും ഒരേ വൈബിൽ ഇങ്ങനെ നിക്കുന്നത് എന്തുകൊണ്ടാ? ഒരേ പൗഡറാണ് എല്ലാവരും. അതേത് പൗഡറാ? കുട്ടിക്കൂറല്ലേ? കുട്ടിക്കൂറ മാറ്റിയായിരുന്നു, വേറെ വാങ്ങിച്ചു. അതുകൊണ്ടാ. ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു ഐക്യവും എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നും ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും. എന്താ പറയാ ആ ഒരു ജേർണിയില് നിങ്ങള് ഇപ്പൊ ആദ്യമേ തുടങ്ങിയതുപോലെ അല്ല, ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ? അങ്ങനെ പ്രത്യേക മാറ്റമൊന്നുമില്ല, കാരണം ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതെ അതെ. കുട്ടികൾ പിള്ളേര് കുറച്ച് ഇവിടെയൊക്കെ ആദ്യത്തെ മുടിയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അഭിനയം കുറച്ചുകൂടി കൂടിയിട്ടില്ലേ? അഭിനയത്തിന്റെ അല്ല, ബാക്കി ഡബിങ്ങിന്റെ ആയാലും എല്ലാം ഡബ് ചെയ്യാനല്ലോ. ക്ലിയർ ആയി തുടങ്ങി. പക്ഷെ ആ ക്ലിയർ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാൻ എന്ത് രസമായിരുന്നു. മുമ്പ് ആ ചോപ്പ പൂച്ചില്ലേ, ആ ചോപ്പ കറലുള്ള പൂച്ച കളർ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ശരിയാക്കിട്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കണമല്ലോ. ഞങ്ങള് ശരിയാക്കും. ഇതിപ്പോ ക്ലാസ്സിലൊക്കെ പോയി കഴിയുമ്പോ എന്താ അടിപൊളിയായിട്ട് പഠിക്കുന്നറിയോ? വെക്കേഷൻ എങ്ങനെ പോണു ചേട്ടാ? സൂപ്പറായിട്ട് പോകണം. വെക്കേഷൻ നന്നായിട്ട് പോകണം. വെക്കേഷനാണ് പ്രശ്നം. അവര് സ്കൂളിൽ പോയിരുന്നെങ്കിൽ അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടായിരുന്നു. ഇതിപ്പോ പുള്ളി അവരുടെ പിന്നാലെ നടന്ന് കളിച്ചോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചേ വെക്കേഷൻ ഇപ്പൊ കൊറേ വീഡിയോസ് വെക്കേഷൻ പറ്റേ നമുക്ക് തകർക്കാന്ന് പിള്ളേരോടെ കളിച്ചാണൊക്കെ ജാതിത്തോട്ടത്തിലും. അല്ല, വെക്കേഷൻ ടൈമിൽ ഒരു പ്രത്യേക വൈബാണ്. കാരണം ഇവരെല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ രാവിലെ വേറെ പരിപാടികളൊന്നും ഇല്ല. അതല്ലെങ്കിൽ രാവിലെ ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ഇവർക്ക് ബാറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരതിൽ ലുട്ടപ്പി കഥകളൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ 9:30-10 മണിയാവും. അത് കഴിഞ്ഞ് പിന്നത്തെ അപ്പൊ എനിക്ക് പറമ്പിൽ നനയ്ക്കുണ്ട്, പറമ്പിൽ കയറാം. അപ്പൊ അവിടെ പോയി അത് കഴിഞ്ഞ് 12 മണിയായി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക. പിന്നെ അടുത്തത് അതല്ല ഇവര് 10 മണിക്ക് TV കാണും. എടി നീ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ട് ഞാൻ വരട്ടേന്ന് പറടി. ഇപ്പൊ മഴ പെയ്യല്ലേ, അതാണ് പോവാത്തത്. ഇപ്പൊ ചൂടുണ്ട് കേട്ടോ, മഴയൊന്നും അധികം പെയ്യാറില്ല, ചൂടാണിപ്പോ. അപ്പൊ അത് അല്ല, മഴ പെയ്യുമ്പോ നമ്മള് പോവില്ല. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പറമ്പിൽ നിന്ന് വന്നു കഴിയുമ്പോ 12-12:30. പിന്നെന്താ പരിപാടി? പിന്നെ ഭക്ഷണം കഴിക്കല്. പിന്നെ പല പ്രാവശ്യം ചോദിക്കാറുണ്ട് മഴക്കാലം വന്നാടി. മഴക്കാലം അത്രക്ക് ഇഷ്ടാണോ? മഴക്കാലത്തല്ലേ സ്കൂളിൽ ലീവ്. അതല്ല, മഴക്കാലമായി കഴിഞ്ഞ പിന്നെ ഈ പറഞ്ഞ കളക്ടറോട് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ ന്യൂസ് പോയി ന്യൂസ് ചെയ്ത ആരായിട്ടും അപ്പോഴേ ലീവ് കിട്ടുള്ളൂ.
സത്യത്തിൽ പറഞ്ഞ 2 എന്തെങ്കിലും കളക്ടർ ആവണം, കുട്ടികൾക്ക് എപ്പോഴും ലീവ് എടുക്കണം എന്നൊക്കെ തന്നെയായിരുന്നു. അപ്പൊ പറയാറുണ്ട് അല്ലാണ്ട് ലീവ് എടുക്കണം എന്നൊക്കെ. ഏയ് അപ്പൊ അങ്ങനെയൊന്നും പറയല്ല, എല്ലാ ദിവസവും സ്കൂളിൽ പോണെന്ന് പറയോ അല്ലേ? അങ്ങനെ ലീവ് എടുക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ഇനിയിപ്പൊ അപ്പയോടൊപ്പം കളിക്കണമെങ്കിൽ വീഡിയോസ് ഒക്കെ പരിപാടിയൊന്നുമില്ല. സ്കൂള് ഉള്ളപ്പോ ക്ലാസ് ഉള്ളപ്പോ ഒരു രാവിലെ പോകും. അപ്പൊ നമുക്ക് ആലോചിക്കാൻ സമയം ഉണ്ടാവും, കാരണം ഇവര് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ പരിപാടി ഒന്നും ഇല്ല, ഇവരിവിടെ ഫുൾ ടൈം ഉണ്ട്, നമുക്ക് ആലോചനയില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാല് അത് എടുക്കണേന്ന് തന്നെ ഒരാഴ്ച 2 ആഴ്ച പിടിക്കാനാണ് അത് എടുക്കണത് തന്നെ. കാരണം നമ്മളാലോചിക്കും ഇവരെ കുണിഞ്ഞ് ഇടിപ്പിച്ചൊക്കെ എന്തൊരു പണിയാണ്, പിന്നെ അത് ഡബ് ചെയ്യിക്കണം. ഓ വേണ്ട, പിന്നെ ഇവരോട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ നടക്കുന്നത്. ഈ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലേ ഓൺ വോയിസ് വീഡിയോസ് ഇങ്ങനെ കുറവാണ്, ഈ ഡബ് ചെയ്യുന്ന വീഡിയോസ് ആണ് കൂടുതലും. അത് ചെയ്യാൻ ഭയങ്കര എന്താ പറയാ കുറച്ചുകൂടി ടഫ് അല്ലേ ആ ഒരു സമയത്ത്? അല്ല ആ ഒരു സമയത്ത് എടുത്തു കഴിഞ്ഞാല് നല്ലതാണ്. പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മള് ഇടയിലൊക്കെ ആഡ് ചെയ്യും. ഇവരില്ലാത്ത തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കായിരിക്കും അപ്പൊ ചില കൗണ്ടറുകൾ അടിക്കുക. അങ്ങനെ നമ്മൾ ആ സമയത്തായിരിക്കും കൗണ്ടറുകളൊക്കെ വന്നത്. ആ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഇത് കൊടുക്കുക. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇവർക്ക് ആ സമയത്ത് ഒരു പറയുന്നത് ചിലപ്പോൾ തിരിയില്ല. പിള്ളേർ ഈ മൈക്ക് വെച്ച പിന്നെ പല അപശബ്ദങ്ങൾ കേൾക്കും, വണ്ടി പോണാക്കുക. അപ്പൊ അതിലും നല്ലത് ഡബിങ് നമുക്ക് എല്ലാവർക്കും ഈസിയാണ്. ഈ ഷൂട്ട് ചെയ്യണ സമയത്തേ ഞാനിങ്ങനെ എൻ്റെ സംഭാഷണങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും അത്യാവശ്യം. പിന്നെ പുള്ളി പറഞ്ഞു തരും, അതിനിടയ്ക്ക് ഒരേ സംഭാഷണങ്ങൾ പുള്ളി പറഞ്ഞു തരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ കാണിക്കില്ല ചിലപ്പോ, അല്ലെങ്കിൽ എന്റെ ബാക്കാണ് കാണിക്കാം. അപ്പൊ ആ സംഭാഷണം അപ്പൊ ഞാൻ വിചാരിച്ച് അവിടെ ഷൂട്ട് ചെയ്തില്ല, പക്ഷെ അത് ഭയങ്കര ഇതാണ്, ശരിക്കും പറഞ്ഞു കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ചില കൗണ്ടറുകൾ അതിലാണ് വരാം. അതായത് പെട്ടെന്ന് വരുന്നത് അതങ്ങനെ തന്നെ. ഇവരുടെ ആരുടെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കിട്ടാറ്? കണ്ടന്റ് ഇവര് ഭയങ്കര രസമാണ്. കണ്ടന്റ് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം ഇവരെ നോക്കിയാൽ മതി. ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റിനുള്ള അല്ല കണ്ടന്റ് പറഞ്ഞു തരാറ്. എന്തൊക്കെ അച്ഛനെങ്ങനെ കറക്റ്റ് ചെയ്തൊക്കെ കൊടുക്കോ അപ്പനെ, അങ്ങനെ ചെയ്യണം അപ്പ ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഇന്നാളെ പോലെ ഇത് നുട്ടല്ലേ ഇത് മേടിച്ചു അതിനോട് പറയാം അപ്പൊ എനിക്ക് നുട്ടല്ല വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടി നുട്ടല്ല ആരോഗ്യത്തിന് ഹാനികരമാണ്, നമ്മൾ കഴിക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൊ പോവാണ്. ശരി എന്ന് പറഞ്ഞപ്പോ പടിയിറങ്ങി മുകളിൽ ഇരിക്കുക. അപ്പൊ പടിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ നോക്കുമ്പോ പെറുക്കാണ്. പിന്നെ ന്യൂട്ടല്ല ആരോഗ്യത്തിന് ഹാനികരം, ഈ 2 ദിവസം കൂടി മേടിച്ചു തന്നാണ്. എന്നിട്ട് പറഞ്ഞ അപ്പൊ നല്ലോണം കഴിക്കണ്ട്, എനിക്ക് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ പുറത്ത് പോവാണ് അടിയിൽ കൂടെ. അപ്പൊ ഞാൻ കൊള്ളാലത്. അപ്പൊ ഞാൻ ചെന്തുരെ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ എന്നോട് തന്നെ ഒരു കാര്യം പറഞ്ഞാണേ. നിങ്ങൾ ഇപ്പൊ സ്കൂളിലേക്കൊക്കെ വെക്കേഷനൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ. അല്ലാണ്ട് ഇപ്പൊ ഇവര് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും ഡിസ്കസ് ചെയ്യാ ഞങ്ങള് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഞാനിങ്ങനെ ഞാൻ പറയാം ഒരു കണ്ടന്റ് വരുന്ന ഇവിടെ എന്താ ചെയ്യണേ എന്നുള്ള ലെവലിലായിരിക്കും. ഒരു ദിവസം ഞാൻ ഒരു ചെറിയൊരു ഭക്ഷണം കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കേക്ക് തിന്നിട്ടിരിക്കുക. ഞാൻ ഒരു 3 മണിയായപ്പോൾ കേക്ക് തിന്നിട്ടിരിക്കുന്നത്, 1 മണിക്കൂർ ഗ്യാപ്പില്. അതായത് 2 മണിക്ക് ഫുഡ് കഴിച്ച് 3 മണിക്ക്, അപ്പൊ ഞാൻ 1:30 കഴിച്ചു. അപ്പം 3 മണിയായപ്പോൾ കേക്ക് ഇങ്ങനെ അങ്ങോട്ടും ജനലിൽ കൂടെ പുറത്ത് നോക്കി നിന്നിരിക്കുക. അപ്പം ഞാൻ വന്നിട്ട് ചോദിച്ച് അല്ലടേ നീ ഫുഡ് കഴിച്ചില്ലേ? അപ്പം ഞാൻ കണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അതിശയം, എന്ത് തോന്നി എന്നോട് ഫുഡൊക്കെ കഴിച്ചോന്ന്. ഭയങ്കര ഇഷ്ടം, ഇതുവരെയായിട്ട് ചോദിക്കാത്തൊരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു അടി അതല്ല, നീ ഫുഡ് കഴിക്കണ കണ്ട പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു അവള്. ഞാൻ വലിയ സന്തോഷത്തിൽ ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചല്ലോ, പിന്നെ എങ്ങനെ കേക്ക് വെട്ടി വിടുക്കാൻ തോന്നണം. അല്ലാണ്ട് അവള് അപ്പൊ ഒരു നോട്ടമാണ് തന്നെ. ശരി ഇതിനാണ് അവള് വെറുതെ ആശിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചത് പിന്നെ ഇതൊരു കണ്ടന്റ് ആക്കുക. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞേ ഇത് നല്ലൊരു കണ്ടന്റ് ആട്ടോ, ഇത് കണ്ടന്റ് ആയി. പിന്നെ അത് കണ്ടന്റ് ആക്കി ഞങ്ങള്.